നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? പൊട്ടറ്റോ ഫിംഗേഴ്സ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിസിൽ. പൊട്ടറ്റോ ഫിംഗേഴ്സ് ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു 4 വലിയ സൈസ് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതാദ്യം വേവിച്ചെടുക്കാനായി പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഞാനിവിടെ അല്പം വലിയ സൈസ് പൊട്ടറ്റോ എടുത്തത് കൊണ്ട് ഇത് 2ആയി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇടാം. എന്നാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് ഒരു സവോള ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായി അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അത് ചെറുതായി അരിഞ്ഞിടാം, ഇല്ലെങ്കിൽ ഇത് ചേർക്കണ്ട. പൊട്ടറ്റോ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്കിടാം. എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ഉടച്ചെടുക്കാം. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും ഇതിലേക്കിടാം. കൂടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണയൊഴിച്ച് ഫിംഗർ ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാം നന്നായി ഫിംഗർ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി ചൂടായതിനു ശേഷം വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇതിലേക്കിടാം. തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു വശം മൊരിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിടാം. നമ്മുടെ 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണ ഒട്ടും കുടിക്കാത്ത ഡിഷാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത അത്രയും എണ്ണ തന്നെ ഇപ്പോഴും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ധൈര്യത്തോടെ കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രുചികരമായ ഈവനിങ് സ്നാക്കാണിത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തവും രുചികരവുമായ ഡിഷുകൾക്ക് ടേസ്റ്റ് വിസിൽ സബ്സ്ക്രൈബ് ചെയ്യുക.